കുറച്ച് നാളുകൾക്ക് മുമ്പ് സ്റ്റൈൽ മന്നൻ രജനീകാന്തിൻ്റെ സിനിമ യന്ത്രൻ ഇറങ്ങിയിരുന്നു. യന്ത്രൻ്റെ അവസാനത്തെ ഭാഗത്ത് രജനീകാന്ത് തന്നെ നിർമ്മിച്ചിട്ടുള്ള കുറച്ച് യന്ത്രമനുഷ്യരുടെ കമ്പ്യൂട്ടർ ചിപ്പ് അത് തെറ്റായിട്ടുള്ള രീതിയിൽ പ്രോഗ്രാം ചെയ്തതുകൊണ്ട് റോബോട്ടുകൾ അതിനെതിരെ തിരിഞ്ഞായിട്ട് ഉള്ള ഒരു പ്രമേയം അതിൽ അവതരിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ചൈനയിൽ ഇതുപോലെ തന്നെ ഒരു സംഭവം നടന്നത് ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് അവരുടെ എഞ്ചിനീയർമാരെ ആക്രമിക്കുന്ന ഒരു അനുഭവം അവർക്കുണ്ടായി. ആ ഹ്യൂമനോയിഡ് റോബോട്ടിൻ്റെ പേര് യൂണിട്രി H1 എന്നാണ്. അത് ഈ സിനിമയിൽ കണ്ടതുപോലെ തന്നെ ആ ലാബിലുള്ള ഒരുപാട് എക്യുപ്മെൻറ്റ് ഇല്ലാതാക്കി അതിൻ്റെ കൈയും കാലും ഒരു പ്രത്യേക രീതിയിൽ അങ്ങോട്ടേക്കിട്ട് കൂട്ടിയടിക്കുകയും ചെയ്തതുകൊണ്ട് ഒരുപാട് നാശനഷ്ടം അവിടെ ഉണ്ടാവുകയും ചെയ്തു. ആ ഹ്യൂമനോയിഡ് റോബോട്ടിൻ്റെ പ്രോഗ്രാമിൽ വന്നിരിക്കുന്ന എററാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്നാണ് പറയുന്നത്. അത് 6,50,000 യുവാനിന് വില വരുന്ന ഒരു യന്ത്രമനുഷ്യരായിരുന്നു. അത് മനുഷ്യർക്ക് വേണ്ടി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ഹ്യൂമനോയിഡ് റോബോട്ടുമായിരുന്നു. പക്ഷേ ഇതാണ് അവസ്ഥയെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മനുഷ്യൻ നിർമ്മിക്കുന്നതാണ് ഇതെല്ലാം. ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റ് വന്നു കഴിഞ്ഞാൽ റോബോട്ടിൻ്റെ തല തിരിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ ആക്രമിക്കുന്നതായിട്ട് തീരും. വിശ്വവിഖ്യാതമായിട്ടുള്ള ടെർമിനേറ്റർ സിനിമയുടെ ലേറ്റസ്റ്റ് വേർഷനിലും അപ്രകാരമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും നമുക്കങ്ങനെ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെയോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിനെ ഒരു മണ്ഡലത്തിനെ ആശ്രയിക്കാനോ നമുക്ക് കഴിയില്ല. കാരണം ഇതൊക്കെ മനുഷ്യനിർമ്മിതമാണ്. ഒരു പ്രോഗ്രാമിനെ വെച്ചുകൊണ്ടാണ് റൺ ചെയ്യുന്നത്. മനുഷ്യൻ്റെ പ്രാപ്തിയുടെ 7 അകലത്തൊന്നും വരില്ല ഹ്യൂമനോയിഡ് റോബോട്ടുകൾ.